ഈ ഒരു പേപ്പറിനെ 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ, ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു നോക്കുന്നു. മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ ഇവിടെ ഒട്ടിച്ചു നോക്കുന്നു. എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതി നറുക്ക്. ആ വ്യക്തി ഈ പുള്ളിയെ കാല് കഴിയും വെള്ളം കുടിക്കണം. അണ്ണന്റെ അഭിനയം ഉണ്ടല്ലോ, അന്യായ അഭിനയം. അടുത്ത ഓസ്കാറിന് കൊടുക്കുകയും വേണം. ഇപ്പൊ നമ്മുടെ പുതിയ അർജുന അവാർഡോ ഇവർക്ക് കിട്ടത്തില്ലേ. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞന്റെ ഫ്രോഡ് ലോട്ടറി സ്കാം, സത്യം പറഞ്ഞാൽ ഇത് ഈ നാട്ടിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യം തന്നെ. പിന്നെ ഇത് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന്, ഇതിന് കുറെ ആൾക്കാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ടിക്കറ്റ് മേടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തലയ്ക്കകത്ത് അത്യാവശ്യമെങ്കിലും ആൾ താമസം ഉണ്ടെങ്കിൽ ഈ പരിപാടിക്കൊന്നും നിൽക്കത്തുമില്ല. ഈ പരിപാടി പങ്കെടുക്കുന്നവരുമായിട്ട് ബന്ധം പുലർത്തത്ത് പോലുമില്ല. വീഡിയോ കുറേ നേരമായിട്ട് ചെയ്യണമെന്ന് വെച്ചിരിക്കുക. ഉള്ള കാര്യം പറഞ്ഞില്ല. ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ല, എന്തൊരു കഷ്ടമാണ്. നമ്മൾ കറക്റ്റായിട്ടാണെങ്കിൽ ബില്ലും പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് കറണ്ട് വരികയും ചെയ്യും. ഒരു മഴ വന്നു കഴിഞ്ഞാൽ കറണ്ട് പോകുന്നു. ഓക്കെ, 2025 ഇപ്പോഴും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ കാറ്റങ്ങ് നശിക്കും. ഞാൻ വേറെ വല്ല പണിക്കും പോടാം. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ മേളിൽ കൂടെ പറ്റത്തിൽ അടിയിൽ കൂടെ കൊണ്ടുവരണം. എങ്ങനെയല്ലേ പണിഞ്ഞ റോഡ് വരെ മഴയത്ത് ഒലിച്ചു പോകുന്നു. പിന്നാണോ കറണ്ട് നന്നാവാൻ പോകുന്നില്ല. ഇനി നമ്മൾ അതിലേക്ക് പറഞ്ഞ് ഒരുപാട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാൻ കാണും. നമുക്ക് എന്തായാലും വിഷയത്തിൽ നിന്നും തെന്നി മാറണ്ട. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ തന്നെ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞ് പുള്ളിക്കാരൻ ഫേസ്ബുക്കിലാണ് വളരെയധികം ഫേമസ് ആയിട്ടൊരു വ്യക്തിയാണ്. ആര് കല്യാണത്തിന് വിളിച്ചാലും ഇല്ലെങ്കിൽ എന്തായാലും എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെല്ലാനായിട്ട് യാതൊരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. വലിഞ്ഞു കയറി ചെല്ലുകയും അവരുടെ വായിൽ നിന്ന് എന്ത് കേട്ടാലും അത് സന്തോഷത്തോടുകൂടി അമൃതമായിട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ലോട്ടറി സ്കാം. അപ്പോൾ ആ സ്കാമിനെ സംബന്ധിച്ച് ഒരു വീട് ഒരാൾക്ക് പാരാദൂരം പറഞ്ഞ് ആ വീട് വിൽക്കാനായിട്ട് നിൽക്കുന്നു. ആരും വീട് മേടിക്കാൻ വരുന്നില്ല. ഉടനെ സ്ഥലവും വീടും എല്ലാം കൂടെ സ്കാം രീതി മുന്നോട്ടെടുത്ത് പുറത്തിട്ട് കൊടുക്കുന്നു. എനിക്കറിയാൻ പോയി കേട്ടോ. ഓരോരുത്തർ വീട് വിൽക്കാനായിട്ട് OLX ഇടുക, അല്ലെങ്കിൽ വല്ല മാർക്കറ്റ് പ്രൈസിലൊക്കെ ഇട്ട് വല്ല ബ്രോക്കറിനും കൊടുത്തു ഇല്ലേ. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് വിൽക്കാനായിട്ടുള്ള വേറെ ഒരുപാട് രീതികളുണ്ട്. അതൊന്നും യൂട്ടിലൈസ് ചെയ്യാതെ സ്കാം ഉടായ്പായിരിക്കും എപ്പോഴും ഇഷ്ടം. ഫ്രോഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇവരൊരു പുള്ളിക്കാരൻ ലൈവിനകത്ത് വന്നിട്ട് ഒരു ലക്കി പാട്ടക്കകത്ത് സാധനങ്ങളൊക്കെ വാരിയിട്ടിട്ട് ഇങ്ങനെ തൊരണ്ടി എടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുപോകാം. അത് കണ്ടിട്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി. ഇതെങ്ങനെയാണെന്നുള്ളത് അതും കൂടെ ഞാൻ കാണിച്ചത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ എന്തിനാണ് ഇത്ര ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മുങ്ങിത്തപ്പിയില്ലേ, അങ്ങ് നെഞ്ചിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങ് അഗാധങ്ങൾക്ക് കല്ലുകൾക്ക് അപ്പുറമായിരിക്കും നിന്റെ സ്ഥാനം എന്ന് പറയുന്ന പോലെ അങ്ങ് അങ്കത്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ പൊക്കിയെടുക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുത്തി പൊക്കി എടുക്കുന്ന സംഭവം ഒന്ന് കാണാം. ഓക്കെ, ഇട്ടോളി ആയോ? ഒരു ഗ്യാപ്പ് ഇരുന്നേ, ഒരു ഇൻറ്റു എടുക്കാൻ പോവുകയാണ്. അങ്ങനെ പരിപാടി നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ചിട്ട് ഞാനായിട്ട് ഇതിനെ സംസാരിക്കാം. കാരണം മേളിലിട്ടാണ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കപ്പ തൊലിച്ചെല്ലാം കൂടി ഇട്ടിട്ട് മുളകും മഞ്ഞൾ പൊടിയൊക്കെ തേച്ച് നമ്മളിങ്ങനെ ആക്കുമല്ലോ. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മേളിലിട്ട് നല്ല, പക്ഷെ അടിയിലൊന്നും മസാല പിടിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അടിയിലോട്ട് മസാല പോകുന്നില്ല. മുകളിലിട്ട് 2 ഉരുട്ട് ഉരുട്ടുന്നുണ്ട്. മുകളിലാണ് ഉരുട്ടുന്ന മൊത്തം. പക്ഷെ അപ്പോൾ നമ്മൾ എന്തുവരും ചെയ്യുന്നത്, ഉരുട്ടിയ സ്ഥലത്തുനിന്നല്ല നല്ല മസാല എടുക്കത്തുള്ളൂ. അങ്ങനല്ല, ഉരുട്ടിയതിന് ശേഷം അന്നങ്ങ് അഗാധങ്ങളിലേക്ക് പോകും, ഗർത്തങ്ങളിലേക്ക് പോകും. അതായത് കടലിന്റെ 7ാമത്തെ തട്ടിലേക്കായിരിക്കും പോകുന്നത്. 7ാമത്തെ തട്ടിൽ നിന്നിട്ട് ആ കപ്പലിന്റെ ഒരു കൈ ഇങ്ങനെ കുത്തി നിർത്തും. അതായത് ഇച്ചിരി കൂടെ ആഴത്തിലേക്ക് പോകണമെങ്കിൽ ഈ കൈക്ക് നീളക്കുറവാണെങ്കിൽ അടിയിലോട്ട് പോകണം. അങ്ങനെ പോയി അടിയിൽ നിന്ന് മുക്കി തപ്പി എടുത്ത ഒരു സാധനമാണ് അണ്ണന്റെ കൈ ഇരിക്കുന്നത്. അണ്ണൻ മുക്കി തപ്പി ഇങ്ങനെ അടിയിൽ ചുരണ്ടി എടുക്കുക. എങ്ങനെയാണോ എന്തോ ഞാൻ പൊക്കിയെടുത്ത് വന്ന് മുഹമ്മദ് ഷാഫി വയനാട്. അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കുലിഞ്ഞ് വിളിക്കണ്ടവർക്ക് വിളിക്കണം. ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾ നമ്മളെ നാസർ ഖാന്റെ തീര് എടുത്തീന്നോ, പിന്നെ നറുക്കെടുത്തീന്നോ? അടുത്തത് ജിമ്മിയാണ്, പിന്നുള്ളത് ബുള്ളറ്റാണ്, പിന്നുള്ളത് ആക്റ്റീവയാണ്, പിന്നുള്ളത് പിന്നെ 5 ആക്ക് സ്വർണ്ണ നാണയാണ്.
ഒരു വീട് വിൽക്കാനായിട്ട് എന്തൊക്കെ പരിപാടികളായാലും കാണിച്ചു വിട്ടുന്നത്. അദ്ദേഹത്തിനെ വിളിച്ചപ്പോഴത്തേന് എനിക്കല്ലേ അടിച്ചത് അങ്ങനെ കണ്ടാ പറഞ്ഞു പറഞ്ഞാൽ അണ്ണന് തിരിച്ച് ഫോണം കൊടുത്തു. എനിക്കറിയത്തില്ല, നീ അങ്ങ് സംസാരിക്കും, ഇവന് വേറെ എന്തൊക്കെ പുറക്കെ പറയുന്നത് ലൈവാണെന്നൊക്കെ. ഫോണൊക്കെ ഞാൻ കൊടുത്ത് അടി നല്ല മുങ്ങിത്തപ്പി എടുക്കുന്നതിന്റെ ഒരു കാര്യം. അതായത് ഈ പരിപാടിക്ക് ശേഷം അണ്ണന് സത്യം ഭയങ്കര റിസ്ക് എടുത്തത്. ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി നല്ല റിസ്ക് എടുത്തത്. കാരണം ആ ഒരു റിസ്ക് അതോടുകൂടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഒരു മനസ്സിനുണ്ടായ ഒരു സന്തോഷമുണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പൊ നമ്മൾ നറുക്കെടുത്ത് പിന്നെ നമ്മൾ എത്രയും ഒരു 5 മാസം 6 മാസത്തോളമായി നമ്മളൊന്ന് നീട്ടിയിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് പരിപാടിയൊക്കെ ഭംഗിയായിട്ട് 6 മാസത്തെ ഫ്രോഡ് പരിപാടി അല്ലേ നമ്മുടെ നാട്ടിൽ ലീഗൽ അല്ലാത്ത 6 മാസത്തെ ഫ്രോഡ് പരിപാടി കണ്ടിന്യൂസ് സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിഷ് ചെയ്ത് ആള് കൂട്ടി ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കി. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഓരൊക്കെ അടിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, കംപ്ലീറ്റ് കുഴച്ച് മറിച്ചൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അണ്ണൻ കുഴച്ചത് ഞങ്ങൾ കണ്ടെങ്ങനെയാണ്. കാരണം നാളെ ഇതിന്റെ പേരിൽ ഓരോ ആൾക്കാർ പലതും ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടാ അണ്ണന്റെ 7th സെൻസ് കണ്ടാ. നമ്മളിത് കുത്തിപ്പൊക്കുമെന്നാണ് ആ ലൈവിൽ തന്നെ മനസ്സിലായി. നാളെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കൂ കണ്ടാ. കറക്റ്റ് അണ്ണന്റെ ആ ഒരു സെൻസ് കണ്ടാ. സെൻസ് ഓഫ് ഹ്യൂമർ അല്ലേ ഇത്, 7th സെൻസ്. ഇത് അറിയാം, അണ്ണന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അല്ലാതെ നോർമലായിട്ട് മര്യാദയ്ക്ക് നടത്തുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നു. നാളെ നമ്മളിത് കുത്തിപ്പൊക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് പോകത്തില്ലല്ലോ അല്ലേ. അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. നമ്മളൊക്കെ എങ്ങനെ ആയിരിക്കും മാന്യമായിട്ട് ചെയ്യണം, അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. അത് മനസ്സിലായി. എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴെങ്ങാണോ ഒന്ന് ചെറിയ പാളലെങ്ങാണം പെട്ടെന്ന് പറ്റിയായിരുന്നു. പെട്ടെന്ന് അവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്തോട്ടോ. അതൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് വളരെ വലിയ കാര്യം തന്നെ. അപ്പം ഇതൊരു വ്യക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയായിരിക്കും അതിന്റെ അടിയിലേക്ക് പോകാനുള്ള കാരണം നമുക്കത് കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിക്കുന്നെങ്കിലും നമുക്കത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം അങ്ങ് അഗാധങ്ങളിലേക്ക് ഇറങ്ങി മുങ്ങിത്തപ്പുക. മേളിലിട്ട് കുറെ കുഴച്ച് എന്തിനാ പിന്നെ മേളിൽ കുഴച്ചോ ഒന്ന് ആലോചിച്ച് നോക്കെ. മേളിൽ ഇദ്ദേഹം ഇങ്ങനെ 2 കൈയിട്ട് കുഴച്ച് എന്തിനാണ്? അങ്ങ് അഗാധങ്ങളിലേക്ക് കൈ കൊണ്ടുപോകാനാണെങ്കിൽ ആരെ കാണിക്കാനാണ് മേളിലിട്ട് കുഴച്ചത്? അല്ലെങ്കിൽ ഫുള്ളിട്ട് കുഴച്ചിട്ട് അണ്ണം അടിയിൽ പോയി ഇറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. മുണ്ടും മടക്കി കുത്തനെ എടുത്ത് ഇറങ്ങണം. ഇറങ്ങിയിട്ട് അടിയിൽ പോയിട്ട് മാന്തി എടുത്ത് നമുക്ക് അടിച്ച് പിടിച്ച് മേലോട്ട് വരണം. വരാലിനെ കടിച്ചോണ്ട് വരും നമുക്ക്. അങ്ങനെ വന്നാലും കുഴപ്പമില്ലായിരുന്നു. അതായിരുന്നു വേണ്ടത്. ബ്രൂട്ടേ അപ്പൊ അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കാര്യമൊന്നും കണ്ടുനോക്കാം. പാണ്ടിക്കാട് കുഞ്ഞാൻ ലൈവ് ഓണാക്കിയതൊന്നും ഒരിക്കലും ഈ പറയുന്ന നറുക്കിനെ മിക്സ് ചെയ്ത കാര്യം കാണുന്നില്ല. ഈ നറുക്കെടുക്കാൻ വേണ്ടി നറുക്കെടുക്കാൻ വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ വിളംബരം നടത്തുന്നു. നെല്ല് ഒന്ന് ഇതിന് മേലെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നെല്ല് ഒന്ന് ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ, അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാത്ത വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കൈയും അടുത്ത കൈയും താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് കൈയെ മേലെ ഇങ്ങനെ വെക്കുന്നു. ഇടത് കൈയിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു. എടുക്കുന്നു. സാപ്പി ഇവിടെ കാണാം. ഹൈദർ മധൂർ എന്ന് പറയുന്ന നറുക്ക് മാത്രം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ ടിപ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. ഈ പേപ്പറിന് കാണിക്കുന്നില്ലേ, ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു നോക്കുന്നു. മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിന് ഇവിടെ ഒട്ടിച്ചു വെക്കുന്നു. എൻ്റെ കയ്യിലുള്ള എൻ്റെ പേര് എഴുതിയ നറുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. സിമ്പിൾ. കറക്റ്റ്. ആ കൈ കുത്തുന്ന ഒരു രീതിയെ കണ്ടില്ല. വീണ്ടും അഗാധങ്ങളിലേക്ക് പോകണം. എന്തോ എടുക്കുക നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനമേ ഇപ്പൊ കിണറ്റിലെങ്ങാണോ എന്തെങ്കിലും വീണാലോ അല്ലെങ്കിൽ ഒരു ടാങ്ക് വാട്ടർ ടാങ്കിനകത്ത് മഗ് പോയാലോ നമ്മൾ എങ്ങനെ ആയിരിക്കും എടുക്കുന്നു? അങ്ങ് ഇതേപോലെ തന്നെ ആയിരിക്കും. കാരണം എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത്രയും എഫേർട്ട് ഇടുന്നത്. നമുക്ക് അത്രയും എഫേർട്ട് ഇടേണ്ട ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് ഇല്ല. കാരണം ഇത് റാൻഡമായിട്ട് നമുക്ക് എടുത്താൽ മതി. അപ്പൊ അത്ര എഫേർട്ട് ഇട്ട് അണ്ടർഗ്രൗണ്ടിൽ പോയി എടുക്കേണ്ട ആ ഒരു അത്രയും വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ മേളിൽ കുലുക്കിയിട്ട് അത്രയും അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് അത് എടുക്കാനുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് ഒരിക്കലും കാണാതെ പോരുത്. സത്യമായിട്ടും ഈ പ്രൈസ്
പോലീസ് അടിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ഈ പുള്ളിയെ കാല് കഴുകി വെള്ളം കുടിക്കണം. അണ്ണന്റെ അഭിനയം ഉണ്ടല്ലോ, അന്യായ അഭിനയം. അടുത്ത ഓസ്കാറിന് കൊടുക്കുകയും വേണം. ഈ ഇപ്പൊ നമ്മുടെ പുതിയ അർജുന അവാർഡ് ഇവർക്ക് കിട്ടത്തില്ലേ, അപ്പോൾ ഓസ്കാർ അവാർഡ് പുള്ളിക്ക് എന്തെങ്കിലും ഞാൻ നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഒന്ന് സംസാരിച്ച് നോക്കാം, ഓസ്കറുമായിട്ട് സംസാരിച്ച് നോക്കാം അവാർഡൊന്നും കിട്ടുമെന്നുള്ളത്. അണ്ണാ നല്ല പരിപാടി. എന്തായാലും അണ്ണന്റെ സ്കാമും പരിപാടിയൊക്കെ കൊള്ളാം. ഇനി പുതിയ സ്കാമുകളൊന്നും ഇറങ്ങാതിരിക്കട്ടെ. അങ്ങ് നോർത്ത് സൈഡിലോട്ട്, അതായത് മലബാർ സൈഡിൽ നിന്നും ഒരുപാട് സ്കാമുകൾ ഇങ്ങനെ പൊത്തിയാടി വെളിയിലോട്ട് വരുന്നുണ്ട്. ചിലരെടുത്തിട്ട് പൊളിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല പരിപാടി.